നമസ്കാരം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. പഞ്ചമസ്കന്ധം 3-ാം അധ്യായം 13 വരെ എടുക്കണ്ടേ? അതെ സാർ. അതെ അതെ. ശരി. പഞ്ചമസ്കന്ധം അധ്യായം 3 ശ്ലോകം 13. കിം ചായം രാജർഷിതപത്യകാമ പ്രജാം ഭവാദിശീം ആശാഫാനാം ഈശ്വരം ആശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനതമിവാധന ഫലീകരണം. ഇവിടെ ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞ് ഋത്തുക്കളെല്ലാം കൂടി ഭഗവാനെ സ്തുതിച്ചു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ല, വരം ഞങ്ങൾക്ക് ഇപ്പൊ വരിക്കാൻ ആഗ്രഹമില്ല, കാരണം ഇവിടെയുള്ള വരമൊക്കെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ചോദിക്കാനുള്ളൂ. അതുകൊണ്ട് വലിയ കാര്യങ്ങളില്ല ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഭഗവാനെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിന് ഒരു വലിയ വരമാണ്. അതിക്കവിഞ്ഞൊരു വരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞവർ സ്തുതിച്ചിട്ട് അതിന്റെ സമാപ്തിയിൽ പറയുകയാണ് കിഞ്ച, തന്നെയുമല്ല, ഒരു കാര്യം പറയാം. അയം രാജർഷി, ഈ രാജർഷി അപത്യകാമഹ, സന്താനം ആഗ്രഹിക്കുന്നവനാണ്. കിഞ്ച അയം രാജർഷി അപത്യകാമഹ, ഈ രാജർഷി സന്താനത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് പ്രജാം, ഒരു സന്താനത്തെ ആഗ്രഹിക്കുന്നു. ഭവാദിശീം ആശാഫാന, അങ്ങേ പോലെയുള്ള ഒരു പുത്രനെ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു. ഭവാദിശീം, അങ്ങേ പോലെയുള്ള ആശാഫാന, ആശംസിച്ചുകൊണ്ട്, അത് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങയിൽ അപത്യകാമനായി തീർന്ന ഈ രാജാവ് അങ്ങേപ്പോലൊരു പുത്രനെ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആശാഫാനഹ, ആഗ്രഹിക്കുന്നവനായ ഇവൻ ആശിഷം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി. ആശിഷ, ആശംസയിലൂടെ, സ്വർഗാപവർഗ നാളെ കിട്ടുമോ? നാളെ മതി. നാളെ കിട്ടുമെങ്കിൽ നാളെ മതി. നാളെ രാവിലെ കൊണ്ടുവരണം. ആശിഷാം, ഭോഗങ്ങളുടെയും, സ്വർഗാപവർഗയോഹു, സ്വർഗാപവർഗങ്ങളുടെയും, സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഈശ്വരം, ഉടമസ്ഥനായ സ്വാമിയായ ഭവന്തം, അങ്ങയെ ഉപധാവതി, പൂജിക്കുന്നു. ഉപധാവതി, പൂജിക്കുന്നു. ഭവാദിശീം പ്രജാം ആശാഫാനഹ, ആശിഷാം സ്വർഗാപവർഗയോരപി ഈശ്വരം ഭവന്തം ഉപധാവതി. ഈ രാജർഷി അപത്യകാമനായിട്ട് ഒരു അങ്ങേപ്പോലൊരു സന്താനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സകല ഭോഗങ്ങളിലെയും സ്വർഗത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഒക്കെ ഉടമസ്ഥനായ അങ്ങയെ തന്നെ പൂജിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പ്രജായാം അർത്ഥപ്രത്യയോ, പ്രജയിൽ കൂടി അർത്ഥപ്രത്യയം, അർത്ഥം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങളുടെ അർത്ഥം. ഈ പ്രജയിൽ കൂടിയാണ്
ഈ പുരുഷാർത്ഥങ്ങളെ സാധിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ട് പ്രത്യയം വിശ്വാസം, അർത്ഥപ്രത്യയം ഈ പുരുഷാർത്ഥങ്ങളിലുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു പ്രജയിൽ കൂടി വേണം ഈ പുരുഷാർത്ഥത സാധിക്കാൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് ധനദമിവ അധന ഫലീകരണം, ധനദം ഇവ, ധനദനെ പോലെ, ധനദൻ ധനം ദാനം ചെയ്യുന്നവനെ പോലെ. ആർക്കാണ്? അധനഹ, അധനൻ ദരിദ്രൻ, ധനമില്ലാത്തവന് ധനം ദാനം ചെയ്യുന്നവനെ പോലെ ഫലീകരണം. ഫലീകരണം എന്ന് വെച്ചാൽ ധാന്യത്തിൻ്റെ, നെല്ലിൻ്റെ കവർ ചെയ്തിരിക്കുന്ന, ഇന്നത്തെ ഭാഷ ഉമി എന്നാണ് പറയുന്നത്. ഫലീകരണം ഉമിയെപ്പോലെ എന്നർത്ഥം. ദരിദ്രനായ ഒരുവൻ അവനിൽ നിന്നും ധാന്യകണങ്ങളെ യാചിക്കുന്നത് പോലെ തുച്ഛമാണ്. ഇവൻ യാചിക്കുന്നത് ഉമി പോലെയാണ്. വാസ്തവത്തിൽ എന്താണ് ആവശ്യപ്പെടേണ്ടത്? ധാന്യമാണ്, അകത്തെ അരിയാണ്. പക്ഷെ അവൻ ഫലീകരണം, അധനഹ ഫലീകരണം ഇവ ധനദം. ദരിദ്രൻ ധനമുള്ളവനോട് ഉമി യാചിക്കുന്നത് പോലെയാണ് ഇവൻ അങ്ങയോട് സന്താനത്തെ യാചിക്കുന്നത്. ആ ഒരു ഉപമാനം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ എളിമ ബോധ്യപ്പെടുത്താനാണ്. ദരിദ്രനാണ്, ആ ദാരിദ്ര്യം കൊണ്ട് തനിക്ക് കിട്ടിയൊരു എളിമ, അതിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉപമാനം അവിടെ സ്വീകരിച്ചത്. സന്താനത്തെ ആഗ്രഹിക്കുന്നുണ്ട് രാജാവ്, അത് ശരിയാണ്. പക്ഷേ അങ്ങേപ്പോലെ ഒരു സന്താനം വേണം എന്നുള്ളൊരാഗ്രഹമാണുള്ളത്. ഇത് അത്ര എളുപ്പമല്ല എന്ന് അറിയാം. എങ്കിലും ഒരു പുത്രൻ ലഭിക്കണം എന്നുള്ള ആ പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തിക്ക് തൻ്റെ ബുദ്ധി സ്വാധീനമായിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിലും പരലോകത്തിലും വേണ്ട എല്ലാ സുഖഭോഗങ്ങളും നൽകാൻ കെൽപ്പുള്ളവനാണ് അങ്ങ് എന്ന് ധരിച്ചിട്ടാണ് അങ്ങയെ ആരാധിക്കുന്നത്. ഉത്കൃഷ്ടമായ എന്തും ദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ധനവാനെ ആരാധിച്ചിട്ട് ദരിദ്രനായ ഒരുവൻ അവനിൽ നിന്നും ഉമി യാചിക്കുന്നത് പോലെ തുച്ഛമാണ് ഇദ്ദേഹത്തിന്റെ യാചന. പക്ഷേ ഈ യാചന അങ്ങേക്ക് നിരസിക്കാനാവില്ല. എന്തെന്നാൽ ഒരു ധനവാനെ സംബന്ധിച്ച് എന്ത് ദാനം ചെയ്യാൻ കഴിവുള്ളവനാണ്, ഇഷ്ടം പോലെ കയ്യിലുണ്ട്. അവന്റെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് ഇത്തിരി ഉമി തന്നാലും മതി എന്ന് ഒരു ദരിദ്രൻ യാചിക്കുന്ന പോലെ എത്രയോ നിസ്സാരമാണ് ഈ രാജർഷിയുടെ യാചന. ഒരു പുത്രനല്ലേ ചോദിച്ചുള്ളൂ, അങ്ങേപ്പോലെ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. എത്രയോ നിസ്സാരമാണിത്. കോടിക്കണക്കിന് സ്വർണം ദാനം ചെയ്യാൻ കൂട്ടിവെച്ചിരിക്കുന്ന രാജാവിന് മുമ്പിൽ ചെന്നിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയ കുമ്പളങ്ങ തന്നാ മതി എന്ന് യാചിക്കുന്നത് പോലെ അത് ഫലീകരണമാണ്. അഫലഹ ഫലകരോതീതി ഫലീകര. ഫലമില്ലാത്ത ഒരു വസ്തുവിനെ തനിക്ക് ലഭിക്കുന്ന ഫലമായി കരുതുക. അതുകൊണ്ടാണ് ഫലീകരണം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. അതിൽ നിന്നുമാണ് നമുക്ക് ഉമി എന്നുള്ള അർത്ഥത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആ അർത്ഥം അവിടെ വ്യാഖ്യാനിക്കുന്നത്. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദിശീമാശാഫാനാം ഈശ്വരം ആശിഷം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനവിവാധന ഫലീകരണം. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദിശീമാശാഫാനാം ഈശ്വരം ആശിഷം സ്വർഗാപവർഗയോരപി ഭവന്തമുപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനതമിവാധന ഫലീകരണം. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദിശീമാശാഫാനാം ഈശ്വരം ആശിഷം സ്വർഗാപവർഗയോരപി ഭവന്ത ഉപധാവതി
പ്രജായാമർത്ഥപ്രത്യോ ധനതമിവ ധനഫലീകരണം. കോ വാ ഇഹത്തെ അപരാജിതോ അപരാജിതയാ മായയാ അനവഹിത പദവ്യാനാവൃതമത് വിഷയ വിഷരയ അനാവൃത പ്രകൃതിരനുപാഭിത മഹച്ചരണ. കോ വായിഹ, ആരാണിവിടെ? തേ, അങ്ങയുടെ അപരാജിത, അപരാജിതയാ അപരാജിതോ മായ, ആരാലും ജയിക്കാനാവാത്ത ആ മായയാൽ ജയിക്കപ്പെടാത്തവനായ ആരാണ്? അപരാജിതയാ മായയാ അപരാജിത കോ വായിഹ, അങ്ങയുടെ അജീയമായ മായയെ ജയിക്കാനാകാത്തവരട്ട് ആരുണ്ട് ഇവിടെ? എല്ലാവരും ആ മായയ്ക്ക് അധീനരാണ്, അടിമപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ ആ മായയെ ജയിക്കപ്പെടാത്തവൻ ആരുമില്ല. കോ വായിഹ തേ, അങ്ങയുടെ അപരാജിതയ മായ അപരാജിത കോവ, അനവഫിത പദവ്യ, നിശ്ചയിക്കാനാവാത്ത മാർഗം, അനവഫിതം നിശ്ചയിക്കാനാവാത്ത പദവ്യ മാർഗത്തോടു കൂടിയ, അനാവൃതമതി മറയ്ക്കപ്പെടാത്ത ബുദ്ധിയോടു കൂടിയ, മായ അനവഫിത പദവ്യ അനാവൃതമതി വിഷയ വിഷരയ അനാവൃത പ്രകൃതി അനുപാഫിത മഹച്ചരണ. മായ അനവഫിത പദവ്യ അനാവൃതമതി. ഒരു സെക്കൻഡ്. കോ വാഹ്യത്തെ അപരാജിതോ അപരാജിതയാ മായയാം അനവഫിത പദവ്യാം അനാവൃതമതി. അങ്ങയുടെ മായയെ കൊണ്ട് ജയിക്കപ്പെടാത്തവരായ ആരും തന്നെ ഇവിടെയില്ല. നിശ്ചയിക്കാനാവാത്ത വഴിയോട് കൂടിയ ആ മായ, അതുകൊണ്ട് ബുദ്ധി മറയ്ക്കപ്പെടും. മായയുടെ വഴി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, ഇന്ന പോലെയാണ് എന്ന്. വന്നു കഴിയുമ്പോൾ ഇത് മായ കൊണ്ടാണ് എന്ന് വിചാരിക്കാനേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെപ്പോലും മറയ്ക്കപ്പെടും. അനാവൃതമതി വിഷയ വിഷരയ, വിഷയമാകുന്ന വിഷത്തിന്റെ വേഗത കൊണ്ട്, രയ എന്ന് വെച്ചാൽ വേഗതയാൽ, വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വേഗത കൊണ്ട് അനാവൃത പ്രകൃതി, മറയ്ക്കപ്പെടാത്ത പ്രകൃതിയോട് കൂടിയവൻ. അനാവൃത പ്രകൃതി, മറയ്ക്കപ്പെടാത്ത പ്രകൃതിയോട് കൂടിയവൻ. അനുപാഫിത മഹച്ചരണ, ഉപാസിക്കപ്പെടാത്ത മഹാന്മാരുടെ പാദങ്ങളോട് കൂടിയവനാണെന്ന് ആണെങ്കിൽ അങ്ങനെയുള്ളവൻ പാദങ്ങളോട് കൂടിയവനാണെന്ന് വരികിൽ കഹ, ആര് ഇതിനാഗ്രഹിക്കുന്നു, ആരിതിന് ഒരുമ്പെടുന്നു. കാരണം മായയുടെ മാർഗം ആർക്കും നിശ്ചയിക്കാൻ കഴിയത്തില്ല.
ആരുടെയും വിചാരശക്തിക്ക് അധീനമല്ല മായ. അതുകൊണ്ട് ശക്തിയെ ആർക്കും മായയെ കീഴ്പ്പെടുത്താനോ മന്ദീഭവിപ്പിക്കാനോ കഴിയില്ല. വിഷയങ്ങളാകുന്ന ആ വിഷങ്ങൾ അതിവേഗത്തിൽ എല്ലാവരിലും വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. മഹാത്മാക്കളുടെ പാദപത്മങ്ങളെ ആശ്രയിക്കാനുള്ള ഭാഗ്യം ആർക്കാണോ സിദ്ധിക്കാത്തത് അവരെല്ലാം മായയ്ക്ക് അധീനരാണ്. അനുപാസിത മഹച്ചരണ, സജ്ജനങ്ങളുടെ പാദങ്ങളെ ഉപാസിക്കാത്തവർ അവരെ അനാവൃത പ്രകൃതി, സജ്ജനങ്ങളുടെ പാദസേവ ചെയ്യാത്തവർ വിഷയമാകുന്ന വിഷത്തിന്റെ വേഗത വ്യാപിച്ചിട്ട് മറയ്ക്കപ്പെടാത്ത പ്രകൃതിയോട് കൂടിയവരായിട്ട് അവർ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. അതേസമയത്ത് മഹജ്ജനങ്ങളുടെ പാതാരവിന്ദത്തെ ഭജിക്കുന്നവർ അതിനെ മായയെ അതിക്രമിച്ച് അപ്പുറത്ത് കടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രാർത്ഥന, ഈ രാജാവിന്റെ പ്രാർത്ഥന ഒരാശ്ചര്യമാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. മായയെ തരണം ചെയ്യാൻ പരമഗുരുക്കന്മാരുടെയോ സജ്ജനങ്ങളുടെയോ സേവ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ മായയെ തരണം ചെയ്യാൻ രാജാവ് അങ്ങയുടെ പാദപത്മങ്ങളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു യജ്ഞം ചെയ്ത് അങ്ങയെ ആശ്രയിക്കുന്നത്. മറ്റാരെ ആശ്രയിച്ചാലും മായയെ മറികടക്കാൻ പറ്റില്ല. മായയെ മറികടക്കാനുള്ള കഴിവ് അങ്ങേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങയെ ആരാധിക്കുന്നതുകൊണ്ടേ ഉള്ളൂ. അങ്ങയുടെ ഭക്തന്മാരെ ആരാധിക്കുന്നതുകൊണ്ടേ ഉള്ളൂ. ഉണ്ട് കോവായിഹത്തെ അപരാജിതയ മായ കൊണ്ട് അനവഹിത പദവ്യ, നിശ്ചയിക്കാത്ത മാർഗത്തോടു കൂടിയ ഈ മായയുടെ വഴിയിൽ കൂടി അനാവൃതമതിയായി ബുദ്ധിയെല്ലാം മറയ്ക്കപ്പെടാത്ത ബുദ്ധിയോടുകൂടിയവരായിട്ട് വിഷയമാകുന്ന വിഷത്തിന്റെ വേഗത കൊണ്ട് അനാവൃത പ്രകൃതിയായിട്ട് അനുപാസിത മഹച്ചരണ, സജ്ജനങ്ങളുടെ പാദങ്ങളെ ഉപാസിക്കാത്തവരായിട്ട് കോവായിഹ ആരെവിടെയുള്ളത്? അപ്പൊ എല്ലാവർക്കും മായയെ സന്തരണം ചെയ്യാൻ സജ്ജനങ്ങളുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ ഈ രാജാവ് സന്താനമുണ്ടാകാൻ വേണ്ടി മാത്രം അല്ല, മായയെ അതിജീവിക്കാനും കൂടി അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. കോവായിഹത്തെ അപരാജിതയാ മായ അനവഹിത പദവ്യാം അനാവൃതമതർ വിഷരയ അനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണ. കോ വാ ഇഹത്തെ അപരാജിതയാ മായ അനവഹിത പദവ്യാം അനാവൃതമതി വിഷരയ അനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണ. കോ വായിഹത്തെ അപരാജിതയാ മായ അനവഹിത പദവ്യ അനാവൃതമതർ വിഷരയാനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണ. കോവായിഹത്തെ അപരാജിതയാ മായയാനവഹിത പദവ്യാം അനാവൃതമതർ വിഷരയാനാവൃത പ്രകൃതി അനുപാസിത മഹച്ചരണ. യദു ഹ വാവ തവാം പുനരദഭ്രകർത്തരിഹാം പമാഹോദസ്തത്രാർത്ഥധിയാം മന്ദാനാം നസ്തദ്യദ്ദേവഹേളനം ദേവദേവാർഹസി സാമ്യേന സർവാൻ പ്രതിബോധും അവിദുഷാം. യത് ഉ ഹ വ വ ഇത്രയും അവ്യയങ്ങളാണ്. യത് ഉ ഹ വ വ ഈ അവ്യയങ്ങളെല്ലാം കൊണ്ട് ഒരു വിഷയത്തെ ഉറപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തവ അങ്ങയുടെ പുനരെ വീണ്ടും അദഭ്രകർത്ത
മഹത്തായ കാര്യം ഉത്കൃഷ്ടമായ അദഭ്രം ഉത്കൃഷ്ട മഹത്തായ കാര്യം ചെയ്യുന്നവൻ അതിന്റെ കർത്താവ്. പുനരെ അദപ്രകർത്ത, ഉത്കൃഷ്ടമായ മഹത്തരമായ കാര്യം ചെയ്യുവാൻ സമർത്ഥനായ ഇഹ ഇവിടെ ഇതിനായിട്ട് ഫമാഹൂത തത്ര അർത്ഥധിയാം മന്ദാനാം. ഫമാഹൂത വിളിക്കപ്പെട്ടു. ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരാദികളായ മഹാകാര്യങ്ങൾ നടത്തുന്ന സർവീശ്വരനായ അങ്ങയെ ഒരു പുത്രനുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം സാധിക്കാനായിട്ടാണ് ഞങ്ങൾ മന്ത്രം കൊണ്ട് യജ്ഞശാലയിലേക്ക് അങ്ങയെ വിളിച്ചു വരുത്തിയത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങ് വിടാത്തത്. അദപ്രകൃത ഇഹ സമാഹൂത തത്ര അർത്ഥധിയാം മന്ദാന. അവിടെ പുരുഷാർത്ഥ ബുദ്ധിയോട് കൂടിയവരും തത്ര അർത്ഥധിയാം, അർത്ഥധി പുരുഷാർത്ഥ ബുദ്ധിയോട് കൂടിയവരുടെ, അർത്ഥശബ്ദത്തിന് പുരുഷാർത്ഥം എന്നർത്ഥം. മന്ദാനാം മൂഢബുദ്ധികളുമായ നഹ ഞങ്ങൾക്ക് തത് യത് ദേവഹേളനം, യാതൊന്നാണോ ദേവഹേളനം ദേവന്മാരെ അവജ്ഞയോടെ, ഞങ്ങളുടെ ആ ദേവഹേളനെ, ഞങ്ങളുടെ ആ അവജ്ഞയെ ദേവ ദേവ അർഹസി, ഹേ ദേവദേവ അങ്ങ് അർഹിക്കുന്നു. ഫാമ്യേന സർവാൻ പ്രതി ഓഢും അവിദുഷ. ഫാമ്യേന സമഭാവം കൊണ്ട്, സർവാൻ പ്രതി ഫാമ്യേന എല്ലാവരെയും സമഭാവനയിൽ കാണുന്നവനായ അങ്ങ് പ്രതിബോധം സഹിക്കാനായിട്ട് അർഹസി അർഹിക്കുന്നു. അത്ര വിദഗ്ധമായിട്ടാണ് ഇവരെ കാര്യം അവതരിപ്പിച്ചത്. ഒന്നുമില്ല, ഒരു സന്താനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് എത്ര ഉപമാനങ്ങൾ ചേർത്ത് വെച്ച് ഈ ലോക ജീവിതത്തിൽ മായയിൽ അകപ്പെടാത്തവരായിട്ട് ആരുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ മായാസന്തരണത്തിന് വേണ്ടിയാണ് അങ്ങയെ പ്രാർത്ഥിച്ചത്. അങ്ങയെ ക്ഷണിച്ചു വരുത്തിയ ഒരു സന്താനം ഉണ്ടാകണം എന്നത് ആഗ്രഹത്തോടു കൂടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജഗത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യുന്ന അങ്ങയെ ഒരു പുത്രനായിട്ട് ലഭിക്കണമെന്നുള്ള ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് ഈ യജ്ഞത്തെ ഞങ്ങൾ അങ്ങയെ വിളിച്ചു വരുത്തിയത്. ഇത് അങ്ങയുടെ നേരെ കാണിച്ച ഒരു അപരാധം തന്നെയാണ്. കാരണം നിസ്സാര കാര്യത്തിന് അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു അവഹേളനമായിട്ട് തോന്നാം, അവജ്ഞയായിട്ട്, നിന്ദയായിട്ട് തോന്നാം. മന്ദബുദ്ധിയ, അതിന് തക്ക ഒരു മന്ദബുദ്ധിയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങാട്ടെ മന്ദബുദ്ധികളെയും സർവജ്ഞന്മാരെയും മധ്യബുദ്ധികളെയും ഒരുപോലെ കരുതുന്നവരാണ്, സമഭാവനയുള്ളവനാണ് അങ്ങ്. അതുകൊണ്ട് അറിയില്ലാത്ത ഞങ്ങൾ കാണിക്കുന്ന ഈ അപരാധം ബോധപൂർവം അങ്ങ് ക്ഷമിക്കണം. സകാമന്മാരൊക്കെ ഭഗവാനെ ആഗ്രഹിക്കുന്നത് ഒരാഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതല്ല. നിഷ്കാമന്മാരാണ് ആഗ്രഹം സാധിക്കാൻ അല്ലാതെ അങ്ങയെ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഈ തെറ്റ്, ഈ അപരാധം ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിദുഷാം വോഢും അർഹതി. അവിദുഷന്മാരായ ഞങ്ങളുടെ ഈ അവഹേളനം, നഹ തത് യത് ദേവഹേളനം, ദേവദേവനായ അങ്ങയെ നിസ്സാരകാര്യത്തിനും വിളിച്ചു വരുത്തി അപമാനിച്ചു, അവജ്ഞത കാണിച്ചു എന്നുള്ള ഈ തെറ്റ് വോഢും അർഹസി, ക്ഷമിക്കാൻ അങ്ങ് അർഹിക്കുന്നവനാണ്. കാരണം അങ്ങയ്ക്ക് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. അദഭ്രകർത്താവായ അങ്ങയെ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പുരുഷാർത്ഥത്തെ സാധിക്കാനുള്ള ഒരു പ്രജ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അങ്ങയെ സംബന്ധിച്ച് എത്രയോ നിസ്സാരമായ കാര്യമാണ്. അതിനുവേണ്ടി വിളിച്ചു വരുത്തി ഞങ്ങൾ മന്ദബുദ്ധികളാണ്. ഞങ്ങളുടെ അപരാധത്തെ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം.
യദു ഹവാവത്തവ പുനരത പ്രകർത്തരിഹം ഫമാഹൂതസ്തത്ര അർത്ഥധിയാം മന്ദാനം നസ്തദ്യത് ദേവഹേളനം ദേവാർഹസിഫാമ്യേന സർവൻ പ്രതിബോധും അവിദുഷാം യത് തവ പുനരെ അധപ്രകർത്തരെ ഇഹ ഫമാഹൂതഃ തത്ര അർത്ഥധിയാം മന്ദാനാം നഹ തത് യത് ദേവഹേളനം ദേവദേവ അർഹസി ഫാമ്യേന സർവാൻ പ്രതി വോഢും അവിദുഷാം യദുഹ വാവതവാം പുനര അധപ്രകർത്തരിഹാം ഫമാഹൂതസ്തത്ര അർത്ഥധിയാം മന്ദാനാം നസ്തദ്യദ്ദേവഹേളനം ദേവദേവാർഹസിഫാമ്യേന സർവാൻ പ്രതിബോധും അവിദുഷാം യദുഹ വാവ തവ പുനര അധപ്രകർത്തരിഹ ഫമാഹൂത തത്ര അർത്ഥധിയം മന്ദാനം നസ്തദ്യദ്ദേവഹേളനം ദേവദേവാർഹസിഫാമ്യേന സർവാൻ പ്രതി ബോധും അവിദുഷാം. ഇത്രയും സ്തുതിച്ചു പറഞ്ഞ് ആദ്യം സ്തുതിച്ചു, പിന്നെ ആവശ്യം പറഞ്ഞു. ഇനി ശ്രീശുകൻ ബാക്കി കഥ പറയുന്നു. ശ്രീശുക ഉവാച ഇതി നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷർഷഭോ വർഷധാരാഭിവാദിതാഭിവന്ദിതചരണഃ പദേമിതമാഹാം. ഇങ്ങനെ ഇപ്രകാരം നിഗതേന അഭിഷ്ടൂയമാനോ, നിഗതം പറച്ചിൽ, വാക്കുകളാൽ, അഭിഷ്ടൂയമാനോ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ അനിമിഷർഷഭോ അനിമിഷന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഋഷഭൻ ശ്രേഷ്ഠൻ. അനിമിഷ ഋഷഭ അനിമിഷർഷഭ ദേവശ്രേഷ്ഠനായ ആ ഭഗവാൻ അനിമിഷ ഋഷഭോ വർഷധാരാഭിവാദിത അഭിവന്ദിത ചരണഃ. വർഷധാര അഭിവാദിത, വർഷത്തെ ഭരിക്കുന്നവനാൽ വന്ദിക്കപ്പെട്ട പാദങ്ങളോടുകൂടിയവൻ. വർഷധര, ധര എന്ന് വെച്ചാൽ ഭൂമി, വർഷം ഭാഗം. വർഷധരൻ, ഒരു ഭൂഭാഗത്തെ ഭരിക്കുന്ന. അഭിവാദിത, വന്ദിക്കപ്പെടുന്നവരാൽ. അഭിവന്ദിത ചരണഃ, അഭിവന്ദിതമായ പാദങ്ങളോട് കൂടിയവൻ. പദയം ഇതം അഹ, ദയോടുകൂടി ഇങ്ങനെ പറഞ്ഞു. ഭാരതവർഷത്തെ ഭരിക്കുന്നവനാണ് നാഭി എന്ന രാജാവ്. ഭാരതവർഷത്തെ ഭരിക്കുന്ന നാഭി എന്ന രാജാവിനാൽ വന്ദിക്കപ്പെട്ടവരായ ഋറ്റുക്കുകൾ ഇപ്രകാരം സ്തുതിച്ചു. അതുകൊണ്ടാണ് വർഷധാര അഭിവാദിത അഭിവന്ദിത ചരണഃ. വർഷത്തെ ഭരിക്കുന്നവനായ വർഷധര, ധാരയല്ല ധര, വർഷധര അഭിവാദിത അഭിവന്ദിത ചരണഃ. ഭാരതവർഷത്തെ ഭരിക്കുന്ന നാഭി എന്ന രാജാവിനാൽ വന്ദിക്കപ്പെട്ടവരായ ഋത്തുക്കികളാൽ വന്ദിക്കപ്പെട്ട് ആയ പാദത്തോടു കൂടിയവനായ അങ്ങ്, അനിമിഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭഗവാൻ. പദയം ഇതം ആഹം, കാരുണ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഇത് നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷാർഷഭോ വർഷധാരാഭിവാദിതാഭിവന്ദിത ചരണഃ പദയമിതമാഹാം. ഇതി നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷർഷഭോ വർഷധാരാഭിവാദിതാഭിവന്ദിത ചരണഃ പദയമിതമാഹാം. ഇതി നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷാർഷഭോ വർഷധാരാഭിവാദിതാഭിവന്ദിത ചരണഃ പദയമിതമാഹാം. ശ്രീ ഭഗവാൻ വാദ. ഇനി ഭഗവാന്റെ വാക്കുകളാണ്. അഹോ ബതാഹമൃഷയോ ഭവദ്ഭിരവിദധ ഗർഭർ
ഗർഭ പരഫുലഭം അഭിയാചിതോ യദമുഷ്യാത്മജോ മയാ ഫദിശോ ഭൂയാദിതി. അഹോ, ബത ആശ്ചര്യം തന്നെ. അഹോ ബത, അഹം ഞാൻ, ഋഷയോ ഋഷികൾ, ഭവദ്ഭിഹി അവിദധഗീർഭിഹി നിങ്ങളാൽ, അവിദഗ്ധമായ വാക്കോടുകൂടി, അസത്യമാവാത്ത വാക്കോടുകൂടി, വ്യക്തമാക്കാത്ത വാക്കോടുകൂടി, അവിദഗ്ധഗീർഭിഹി അവിദഗ്ധമായ ഗീതികളാൽ, വാക്കുകളാൽ, ഭവദ്ഭിഹി ഭവാന്മാരാൽ, ഭവദ്ഭിഹി അവിദഗ്ധഗീർഭിഹി വരസുലഭം അഭിയാചിതോ. ഗീർഭിഹി ഗീർഭിർ അസുലഭവരം എന്നാണ്. അവിദഗ്ധ ഗീർഭിർ വര അസുലഭ അഭിയാചിതോ. അസുലഭമായ വരത്തെ അഭിയാചിച്ചവരായ ഋഷയ നിങ്ങൾ ഋഷിമാർ, യത് അമുഷ്യ ആത്മജോമയ ഫദിശോ ഭൂയാതി. അമുഷ്യ ഇവനെ, മയാ ഫദിശ എന്നോട് തുല്യനായ, ആത്മജ പുത്രൻ ഭൂയാത് ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. നിങ്ങളുടെ വാക്കുകൾ വ്യക്തമായിട്ട് വരില്ല. കാരണം നിങ്ങൾ സത്യമായ വേദത്തെ ഉദ്ഘോഷിക്കുന്നവരാണ്. സത്യം പറയുന്ന ആൾക്കാരുടെ വാക്കുകൾ അസത്യമായി വരില്ല. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും അസത്യം ആവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച വരം വളരെ ദുർലഭമാണ്, കിട്ടാൻ വിഷമമുള്ളതാണ്, കിട്ടില്ല എന്നില്ല. അത് ഈ രാജർഷിക്ക് എന്നോട് തുല്യനായ പുത്രൻ ജനിക്കണം എന്നാണല്ലോ പ്രാർത്ഥിച്ചത്. ഇത് സാധ്യമോ, ഇത് സാധിക്കുമോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കാം. അഹോ ബത, എന്നോട് തുല്യനായ ഒരു ആത്മജൻ ഉണ്ടാവണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒരാശ്ചര്യമാണ്, അത്ഭുതമാണ്. ആരും ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എനിക്ക് നല്ല പുത്രൻ ഉണ്ടാവണം, ദീർഘായുസായ പുത്രൻ ഉണ്ടാവണം, നല്ല കഴിവുള്ളവനായിരിക്കണം എന്നിങ്ങനെ പ്രാർത്ഥിക്കല്ലാതെ അങ്ങയെപ്പോലെ എന്ന് ആരും തന്നെ പ്രാർത്ഥിക്കാറില്ല. അപ്പൊ നിങ്ങൾ ദുർലഭമായ ഈ ഒരു വരമാണ് എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അല്ലയോ ഋഷിമാരെ, ഇതൊരു ആശ്ചര്യമാണ്. അഹോ ബത അഹം ഋഷയ, അഹോ ബത ഋഷയ. അല്ലയോ ഋഷിമാരെ, ഇത് ആശ്ചര്യമാണ്. അവിദഗ്ധാഭിഹി ഗീർഭിഹി അവിദഗ്ധമായ വാക്കുകളാൽ, ഭവദ്ഭിഹി നിങ്ങളാൽ, അസുലഭം അഭിയാചിതോ അസുലഭമായ ഈ വരത്തെയാണ് നിങ്ങൾ യാചിച്ചിരിക്കുന്നത്. അത് യാതൊന്നാണോ അത് അമുഷ്യ ഇവന് ആത്മജോമയ ഫദിശോ ഭൂയാൽ, എനിക്ക് ഫദൃശനായ പുത്രൻ ഉണ്ടാവണം എന്നാണല്ലോ യാചിച്ചത്. അത് അഹോബത, അതൊരാശ്ചര്യം തന്നെ. അഹോബതാഹമർഷയോ ഭവദ്ഭിരവിദധഗീർഭരോ വരാസുലഭം അഭിയാചിതോ യദമുഷ്യാത്മജോ മയാ ഫദിശോ ഭൂയാദിതി. അഹോബതാഹമർഷയോ ഭവദ്ഭിരവിദധാഭിർവരാസുലഭ അഭിയാചിതോ യദമുഷ്യാത്മജോ മയാ ഫദിശോ ഭൂയാദിതി. മമാഹമേവാഭിരൂപ കൈവല്യാദധാപി ബ്രഹ്മവാദോ
നമൃഷാ ഭവിതുമർഹതി മമൈവ ഹി മുഖം യത് ദ്വിജദേവകുലം. മമ അഹമേവ അഭിരൂപ. എനിക്ക് സദൃശൻ ഞാൻ തന്നെയുള്ളൂ. മമ എനിക്ക്, അഹമേവ ഞാൻ തന്നെയാണ്, അഭിരൂപൻ സദൃശൻ. എനിക്ക് തുല്യനായി വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് തുല്യനായ പുത്രൻ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടാൽ ഞാൻ തന്നെ പുത്രനാവണം എന്നർത്ഥം. അതെ, എന്നെ പോലെ പുത്രന്മാർ വേറെ ആരുമില്ല. എനിക്ക് സദൃശൻ മറ്റാരുമില്ല. ഞാൻ എന്താണ്? അനുപമിതനാണ്. എനിക്ക് എന്നെ സാദൃശ്യപ്പെടുത്താൻ പറ്റില്ല, ഉപമിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ അനുപമിതം. അങ്ങനെയുള്ള മമ അഹമേവ അഭിരൂപ കൈവല്യാത് അഥാപി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി. കൈവല്യാത്, കൈവല്യത്തിന് മോക്ഷം നമ്മൾ അർത്ഥം പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേവലമായ ഭാവത്തിനാണ് കൈവല്യം എന്ന് പറയുന്നത്. കേവലമായ നിസ്സാരമായ ഒരു കാരണത്തിന് വേണ്ടി കൈവല്യാത്. അഥാപി എന്നാലും ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി. ബ്രാഹ്മണ വചനങ്ങൾ വ്യക്തമായിട്ട് ഭവിക്കരുത്. ബ്രഹ്മവാദ, ബ്രാഹ്മണരുടെ വാക്കുകൾ നമൃഷാ ഭവിതുമർഹതി, വെറുതെ ആയിട്ട് തീരാൻ പറ്റില്ല. മമൈവ ഹി മുഖം യത് ദ്വിജദേവകുലം. ബ്രാഹ്മണർ എന്റെ മുഖമാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത്. മമ ഏവ ഹി മുഖം യത് ദ്വിജദേവകുലം. എന്നോട് സദൃശനായിട്ട് ഞാൻ തന്നെ അല്ലാതെ വേറെ ആരുമില്ല എങ്കിലും ബ്രാഹ്മണ വചനം വ്യക്തമാക്കാൻ പറ്റില്ല. ഋത്വിക്കുകളായ ബ്രാഹ്മണർ എന്നെ പാടി സ്തുതിച്ചു പുകഴ്ത്തി കീർത്തിച്ചിട്ട് ഈ ആവശ്യം പറയുമ്പോൾ അവരുടെ വാക്ക് വെറുതെ ആക്കാൻ പറ്റില്ല. കാരണം ബ്രാഹ്മണ കുലം എന്നത് എൻ്റെ മുഖം തന്നെയാണ്. അവരുടെ വചനം വ്യക്തമായാൽ എൻ്റെ മുഖത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കും വ്യക്തമാണെന്ന് വരില്ലേ? അതിനാൽ നിങ്ങളുടെ വാക്കിനെ സഫലമാക്കാതെ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. നിങ്ങളുടെ വാക്ക് സത്യമാക്കി മാറ്റുന്നത് എൻ്റെ കടമയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖം ബ്രാഹ്മണരായ സ്ഥിതിക്ക് അവരുടെ വാക്കുകളാണ് എൻ്റെ വായിൽ കൂടി വരുന്നത്, അത് വ്യർത്ഥമായി പോകും. ഞാൻ പറയുന്നതും വ്യർത്ഥമായി പോകും. അത് പാടില്ലല്ലോ. മമ അഹമേവാഭിരൂപ കൈവല്യാദധാവി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ്വിജദേവകുലം. മമ അഹമേവാഭിരൂപ കൈവല്യാദധാവി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ്വിജദേവകുലം. തത്ര ആഗ്നിധ്രേ അംശകലയാ അവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാനഹാം. തതഃ, അതുകൊണ്ട് ആഗ്നിധ്രയെ, അതുകൊണ്ട് അഗ്നിധ്രപുത്രനിൽ, നാഭിയിൽ, ആഗ്നിധ്രേ, അഗ്നിധ്രന്റെ പുത്രൻ ആഗ്നിധ്രൻ, നാഭി. ആഗ്നിധ്രയെ അംശകലയ, എൻ്റെ ഒരു ഭാഗമായ കല കൊണ്ട് അവതരിഷ്യാമി, ഞാൻ അവതരിക്കുന്നു. ആത്മതുല്യം അനുപലഭമാന, എനിക്ക് തുല്യനായ ഒന്ന് കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാണ്? അവതരിക്കാൻ പോവാണ്. ബ്രാഹ്മണ വാക്ക് സത്യമാക്കേണ്ട കടമ എനിക്കുള്ളത് കൊണ്ട്, എന്നോട് സദൃശനായി വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും, അഗ്നിധ്രപുത്രനായ നാഭിയിൽ ഞാൻ എൻ്റെ അംശാവതാരം എടുക്കാൻ പോവാണ്. ഞാൻ ഇവനിൽ കൂടി അവതരിക്കാൻ പോവാണ്. തത ആഗ്നിധ്രേ അംശകലയാ അവതരിഷ്യാമ്യാത്മതുല്യം അനുപലഭമാന. തത ആഗ്നിധ്രേ അംശകലയാ അവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാന. ശ്രീശുകോവാച. ഇത്രയാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ശ്രീശുകനിടെ കയറി പറഞ്ഞു, ഇതി നിശാമയന്ത്യ മേരുദേവ്യ പതിം അഭിധായാം അന്തർദധേ ഭഗവാൻ. ഇത് ഇങ്ങനെ നിശാമയന്ത്യ, കേട്ടിരിക്കെ,
ആരെ? മേരുദേവ്യാഹ. മേരുദേവി ഇത് കേട്ട് അവിടെ ഇരിക്കുകയാണ്. പതിം അഭിധായാം, ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ അന്തർദധേ, ഭഗവാൻ മറഞ്ഞുപോയി. മേരുദേവി കേൾക്കെ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ അന്തർധാനം ചെയ്തു. ഇതി നിശാമയന്ത്യാമേരുദേവ്യാം പതിം അഭിധായാം അന്തർദധേ ഭഗവാൻ. ഇതി നിശാമയന്ത്യാമേരുദേവ്യാ പതിം അഭിധായാമന്തർദധേ ഭഗവാൻ. ബർഹിഷിതസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷഭേ പ്രിയചികീർഷയാം തദ് അവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയിതുകാമോ വാദരശനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ധിനാം ശുക്ലയാ തനുവാ അവതതാരാം. അങ്ങനെ ഭഗവാൻ അവതതാര, അവതരിച്ചു എന്ന് പറയുകയാണ്. ബർഹിഷി തസ്മിന്നേവ, ആ യജ്ഞത്തിൽ തന്നെ, ബർഹിഷി എന്ന യജ്ഞത്തിൽ, ബർഹിഫ് യജ്ഞം, അഗ്നി കത്തി ജ്വലിക്കുന്ന സ്ഥലം എന്നാണ്, അത് യജ്ഞവേദിയാണ്. തസ്മിന്നേവ ബർഹിഷി, ആ യജ്ഞവേദിയിൽ വെച്ച് തന്നെ ഹേ വിഷ്ണുദത്ത, പരീക്ഷത്തിന് സംബോധന ചെയ്തവനാണ്. ഭഗവാനാൽ ദാനം ചെയ്യപ്പെട്ടവനാണല്ലോ പരീക്ഷത്ത്, അതുകൊണ്ട് വിഷ്ണുദത്ത എന്ന് പരീക്ഷത്തിനെ വിളിച്ചതാണ്. ഹേ വിഷ്ണുദത്ത തസ്മിന്നേവ ബർഹിഷി, ആ യജ്ഞത്തിൽ തന്നെ ഭഗവാൻ പരമർഷിഭിഹി, പരമർഷിമാരാൽ പ്രിയ ചികീർഷയ, ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായി. പ്രിയം, ഇഷ്ടം, ചികീർഷ, ചെയ്യാനുള്ള ആഗ്രഹം, കർത്തുമിച്ഛ, ചികീർഷ. അങ്ങനെ പ്രിയ ചികീർഷയ തത് അവരോധായനെ, അവന്റെ അന്തഃപുരത്തിൽ വസിക്കുന്ന, തത് അവരോധ അയനെ, അവരോധം അന്തഃപുരം, അയനം വസിക്കുന്ന, അവരോധ അയനെ അന്തഃപുരത്തിൽ വസിക്കുന്ന മേരുദേവ്യാം, മേരുദേവിയിൽ ധർമാൻ ദർശയിതുകാമോ, ധർമ്മങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വാതരശനാനാം, കാറ്റ് ഭക്ഷണമാക്കിയിരിക്കുന്നവർ, വായുഭക്ഷകന്മാരായ, ഇനി വാതരശനാനാം എന്ന് അർത്ഥം പറയാം. വസ്ത്രങ്ങളില്ലാത്തവൻ, കാറ്റു മാത്രമുള്ള അരക്കെട്ടോട് കൂടിയവൻ, വസ്ത്രമില്ലാത്തവൻ എന്നർത്ഥം. വാതരശനാനാം ശ്രമണാനാം, ശ്രമണന്മാർ, ശ്രമണന്മാരായ ഋഷീണാം, ഋഷികളുടെ ഊർധ്വമന്ധിനാം, ഊർധ്വമന്ധികൾ എന്ന് വെച്ചാൽ അവർക്ക് സ്ത്രീ സംഭോഗം കൊണ്ട് രേതസ് വിസർജിച്ച് പുത്രനുണ്ടാവണം എന്നില്ല. അവരുടെ രേതസിന്റെ ശക്തി മുകളിലേക്ക് പോയിട്ട് ഊർധ്വമന്ധികളായിട്ട് ശുക്ലയാ തനുവ, ശുദ്ധ സത്വസ്വരൂപമായ ശരീരത്തോടുകൂടി അവതതാര, അതിന് സ്ത്രീ സംബന്ധം വേണം എന്നില്ല. അതുകൊണ്ടാണ് ഊർധ്വമന്ധികളായ എന്ന വാക്കുപയോഗിച്ചത്. വസ്ത്രം ധരിക്കാത്തവരും അല്ലെങ്കിൽ വായുഭക്ഷകരുമായ ഋഷിമാരുടെ ധർമ്മങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ അന്തഃപുരത്തിൽ വസിക്കുന്ന മേരുദേവിയിൽ തൻ്റെ ശുദ്ധമായ സത്വമൂർത്തിയായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഇവർ എങ്ങനെയുള്ളവരാണ്? ഇഷ്ടം ചെയ്യുവാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ശ്രമണന്മാരും ഊർധ്വമന്ധികളുമായ ആൾക്കാർ. ശ്രമണന്മാർ പരിശ്രമിക്കുന്നവർ എന്നർത്ഥം. ശ്രമണൻ, പരിശ്രമം സ്വഭാവമായിരിക്കുന്നവരാണ് ശ്രമണന്മാർ.
ചില ഋഷിമാർക്കും ആ പേര് പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഊർധ്വമന്ധികളാണ്, സ്ത്രീ സംയോഗം ഉപേക്ഷിച്ചവരാണ്, വാതരസനന്മാരാണ്. അങ്ങനെയുള്ള ഋഷിമാരുടെ ധർമ്മങ്ങളെ കാണിച്ചു കൊടുക്കാൻ, ഋഷിമാർക്ക് ധർമ്മോപദേശം ചെയ്തു കൊടുക്കാൻ ഈ അന്തഃപുര സ്ത്രീയായ മേരുദേവിയിൽ ഭഗവാൻ തന്റെ ശുദ്ധസത്വ സ്വരൂപം കൊണ്ട് അവതരിച്ചു. മഹാന്മാരായ ഋഷിമാർ പലരും ആ യജ്ഞത്തിൽ ഇങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിച്ച് ഭഗവാന്റെ പ്രസാദം കൊണ്ട് അവരുടെ ഇഷ്ടത്തെ സാധിപ്പിച്ചെടുക്കാറുണ്ട്. ജന്മജന്മാന്തരങ്ങളിൽ യമനിയമാദികളോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഫലം കൊണ്ട് ഇന്ദ്രിയ ജയം സമ്പാദിച്ചവരായ ഋഷിമാർ, ദേഹാഭിമാനം വെടിഞ്ഞവരായ ഋഷിമാർ, നിത്യബ്രഹ്മചാരികളായ ഋഷിമാർ അവരുടെ ധർമാചരണങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ അവതരിച്ചത്. ഋഷിമാർക്ക് ധർമ്മോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നാഭിയുടെ പുത്രനായി മേരുദേവിയിൽ അവതരിച്ചു. ബർഹിഷിതസ്തന്നേവാം വിഷ്ണുദത്താം ഭഗവാൻ പരമർഷഭിപ്രിയചുകർഷയാം തദവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോ വാതരസനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ധിനാം ശുക്ലയാതനുവ അവതതാരാം. ബർഹിഷിതസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷഭി പ്രിയചകീർഷയാം തദവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോ വാതരസനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ധിനാം ശുക്ലയാതനുവ അവതതാരാം. ബർഹിഷിതസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷഭിപ്രിയചകീർഷയാം തദവരോധായനേ മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോ വാതരസനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ധിനാം ശുക്ലയാതനുവാം അവതതാരാം. അങ്ങനെ ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞ് ഈ അധ്യായം അവിടെ ഉപസംഹരിച്ചു. ഇനി അടുത്ത 4-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ. ഇപ്പം തുടങ്ങിയാലും തീരില്ല, ഒരു നീണ്ട ഒരു ഗദ്യമാണ്. അതൊന്ന് വായിച്ച് നമുക്ക് അർത്ഥം പറഞ്ഞു തരുമ്പോൾ പറ്റിയ താമസിക്കും. നമുക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിക്കാം. കേട്ടിട്ടുണ്ട്. ആ ശുഭ്രൈരദഭ്രൈരുദഭ്രൈരുപരിവിജിതൈർ മുക്തപീയൂഷവർഷൈന്നൊക്കെ വിഷ്ണുവിന് ധ്യാന ശ്ലോകത്തിലുള്ളതാണ്. അദഭ്രം ഉത്കൃഷ്ടം എന്നർത്ഥം. ഉത്കൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ, കർത്താവെന്ന് വെച്ചാൽ ചെയ്യുന്നവൻ. ഈ അദഭ്രം എന്നുള്ള വാക്ക് 4-ാമത്തെ സ്കന്ധത്തിലുണ്ടോ? ഈ സുഖസാരസ്വതത്തിൽ അദഭ്ര ചക്ഷുഷ. ഉണ്ട്. അത് പലയിടത്ത് ഈ വാക്ക് ഉപയോഗിക്കും. ഉത്കൃഷ്ടാർത്ഥത്തിൽ പലയിടത്ത് ഉപയോഗിക്കും. നമുക്കത് പുതിയ വാക്കല്ല, ഇതിന് മുമ്പ് എന്നാലും പല പ്രാവശ്യം കേട്ടാലേ നമുക്കത് ഉറക്കുള്ളൂ. അതെ. പിന്നെ ഓരോ ആവർത്തനത്തിനനുസരിച്ച് ഈ വാദരസനാന്ന് പറഞ്ഞതില് വസ്ത്രം എന്നുള്ളത് കാണുന്നില്ലല്ലോ. അശനാനം എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അപ്പൊ വസ്ത്രം എന്നുള്ള വാക്ക് എങ്ങനെ വന്നു? രസനയാണ് വസ്ത്രം. രസന എന്ന് വെച്ചാൽ അരക്കെട്ട അരഞ്ഞാണ്. വാദം എന്ന് വെച്ചാൽ ഇല്ലാത്തത് പോയിപ്പോയെന്നാണ്. ഒന്നുമില്ലാത്ത അരക്കെട്ടോട് കൂടിയവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. അവിടെ നമ്മൾ വസ്ത്രം ഇല്ലാത്തവെന്ന് പറഞ്ഞ വസ്ത്രം എന്നൊരു വാക്ക് അവിടെ ഇല്ല. സാറാ 20-ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ പരമഋഷിഭി പ്രസാദിതോ നാഭെന്നുണ്ട്. എത്രാമത്തെ? 13-ാമത്തെയോ? 20-ാമത്തെ ലാസ്റ്റത്തെ ശ്ലോകം, അവസാനത്തെ അല്ലേ? ഇത് നിശാമയന്ത്യ മേരുദേവ്യ പതിമഭിധായ മന്ദേ ഭഗവാൻ. അത് കഴിഞ്ഞാണോ? അല്ല, ആദ്യത്തെ ശ്ലോകത്തെ ആദ്യത്തെ വരി കഴിഞ്ഞിട്ട് ഭഗവാൻ പരമഋഷിഭി
പ്രസാദിതോ നാഭ എന്നാണ് പുസ്തകത്തിലുണ്ട്. ഭഗവാൻ പ്രിയചികിത്സ പരമർഷിഭിഹി പ്രിയ ചികിത്സയ. അതിനു മുമ്പ് പ്രസാദിതോ നാഭ എന്നൂടെ ഉണ്ട്. അങ്ങനെയൊരു വാക്കുണ്ടോ? ഉണ്ട്. ഉണ്ട്, ഒരു മൂലത്തിലുണ്ട് സാറേ, നാഭേഹയുണ്ട്. പ്രസാദിതോ പ്രസാദിതോ നാഭേ പ്രിയചികിത്സയ എന്നാണ്. ഭഗവാൻ പരമർഷിഭിഹി പ്രസാദിതോ നാഭേ പ്രിയ ചികിത്സയാന്ന് അല്ലേ? അതെ അതെ. പരമർഷികളാൽ പ്രസാദിതനായിട്ട് നാഭിക്ക് ഇഷ്ടം ചെയ്യുന്നവനായി. അതവിടെ ചേർക്കാം, കുഴപ്പമില്ല. പരമർഷിമാരാൽ പ്രസാദിതനായിട്ട് നാഭിക്ക് പ്രേം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്. അങ്ങനെയല്ലേ വാക്ക്? പരമർഷിഭി പ്രസാദിത അല്ലേ? പ്രസാദിത നാഭേഹ പ്രിയചികിത്സയ. അതുകൊണ്ട് ചേർക്കുന്ന കുഴപ്പമില്ല, അർത്ഥം ഒന്നുകൂടെ നന്നായി വരും. സംശയങ്ങൾ തീർന്നെങ്കിലും ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ നമസ്കാരം. നമസ്തേ 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 സർ. നമസ്തേ.